എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു പച്ചക്കൂട്ടുകറിയാണ്. ഈ വിഭവം പുതിയതെന്ന് പറയാനായിട്ടുള്ളത് ഇല്ലെങ്കിലും പണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ കുറച്ച് പുതുമയോടുകൂടി ഉണ്ടാക്കുന്ന ഒരു പച്ചക്കൂട്ടുകറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: കടലപ്പരിപ്പ്, ബീൻസ്, ക്യാരറ്റ്, വഴുതനങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്ക, പടവലങ്ങ എന്നിവ അരക്കപ്പ് വീതം എടുത്ത് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇതെല്ലാം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വച്ചിരിക്കണം. തേങ്ങ അരക്കപ്പ്, ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 2 ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അരച്ചു വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ കടുവറുക്കാൻ. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് കടലപ്പരിപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വെന്ത് ഉലയരുത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക. കടലപ്പരിപ്പും വേവുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വേവിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞ പച്ചക്കറി ഇതിലേക്ക് വേവിക്കാനിടുക. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, നല്ലപോലെ ഇളക്കി വേവാൻ വയ്ക്കുക. കൂട്ടുകറിയൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ എല്ലാവരും വറുത്തരച്ച് വെച്ച കൂട്ടുകറിയായിരിക്കും. ഇതൊരു പച്ച കൂട്ടുകറിയാണ്. കടലപ്പരിപ്പ് വെന്ത് കാണും. നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ്, ബീൻസ്, മുരിങ്ങക്കായ, വഴുതനങ്ങ, ക്യാരറ്റ്, നേന്ത്രക്കായ എന്നിവയാണ്. ഇതിൽ വെള്ളം ഏതാണ്ട് വലിഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഇനി കടലപ്പരിപ്പ് വെന്തത് ചേർക്കാം. കടലപ്പരിപ്പും വെന്ത പച്ചക്കറിയും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ചുവന്ന മുളകും ഉള്ളിയും ചേർത്ത് അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കുറുകുന്നത് വരെ വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് ഇത് കടുവറുക്കാനുള്ളത് റെഡിയാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കൂട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും മുളകും ചേർക്കുക. കറിവേപ്പില ചേർത്ത് ഇളക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. എല്ലാം കൂടി യോജിപ്പിക്കുക. വ്യത്യസ്തമായ ഒരു കൂട്ടുകറി തയ്യാർ. 2 കറിവേപ്പില വെച്ച് അലങ്കരിക്കുക. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഈ ഓണത്തിന് ഒരു വ്യത്യസ്തമായ വിഭവമായിരിക്കും.
ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം സാഗോ പൈനാപ്പിൾ ഖീറാണ്. അതായത് ചൗരിയും പൈനാപ്പിളും ചേർത്തുള്ള പായസം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാല് 1 ലിറ്റർ, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ, ചൗരി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം 2 ലിറ്റർ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണിത്. പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്തതാണ്. ഒരു ഇടത്തരം പൈനാപ്പിൾ കുത്തിയെരിഞ്ഞ് അത് വേവിച്ച് അതിലേക്ക് 2-3 മധുരം പോലെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് വെള്ളം വറ്റിച്ചെടുക്കുക. 2 തരത്തിലുള്ള എസൻസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസും ആമണ്ട് എസൻസുമാണ്. പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ, ആമണ്ട് എസൻസ് 3-4 തുള്ളി. ആൽമണ്ട്സ് നീളത്തിലരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തത്. പായസം തയ്യാറാക്കാൻ പോവുകയാണ്. 1 ലിറ്റർ പാൽ കുറുകി തിളച്ച് വരണം. കുറുകിയ പാലിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ തുടരെ ഇളക്കി അതൊന്നുകൂടി കുറുക്കാൻ നോക്കണം. തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ടൻസ് മിൽക്ക് പാൽ കൂട്ടിലേക്ക് ചൗരി ചേർക്കുകയാണ്. തീ കുറച്ചതിന് ശേഷം നന്നായി ഇളക്കി കുറുക്കുക. ചൗരി വേവിച്ചിരിക്കുന്നത് അത് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ചൗരി ഇട്ട് നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിക്കണം. അത് അരിപ്പ പാത്രത്തിലോട്ട് എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലൊഴിച്ച് കുറേ നേരം വെക്കണം. അങ്ങനെ തണുപ്പിച്ചെടുത്ത ചൗരിയാണിത്. നേരത്തെ ആദ്യം അത് ചൗരി വേവിച്ചതിന് ശേഷം വേണം പായസം ഉണ്ടാക്കാൻ തുടങ്ങാൻ. ചൗരി ഈ പാലിൽ കിടക്കുന്നത് കൊണ്ട് ആ മധുരം ആ ചൗരിക്ക് ശരിക്കും പിടിക്കുകയും ചെയ്യും. ഇതിന് നല്ല മണം വരണം. പാല് തിക്കാകും തോറും ഒരു നല്ല മണം വരും. അപ്പോഴാണ് അതിൻ്റെ പായസത്തിൻ്റെ പാകമാകുന്നത്. നന്നായി കുറുകി വന്ന ഈ ചൗരി പാൽക്കൂട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് തണുപ്പിക്കാൻ വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് പൈനാപ്പിൾ മിശ്രിതം ഇതിലേക്ക് ചേർക്കുന്നത്. പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്തിരിക്കുന്നത് ഒരു ഇടത്തരം പൈനാപ്പിളാണ്. അത് നന്നായി കൊത്തി എരിഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് തന്നെ കുറച്ച് സമയം അത് വെന്ത് വരുമ്പോൾ വെള്ളം പറ്റിയതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ മധുരം പോലെ ചേർത്ത് അതും പറ്റിച്ചെടുത്ത് ചേർക്കുന്നതാണ്. പാൽ കണ്ടൻസ്ഡ് മിൽക്ക് ചൗരി കൂട്ട് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്തത് ചേർക്കുകയാണ്. 1 കപ്പ് പൈനാപ്പിൾ വിളയിച്ചതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പൈനാപ്പിൾ വിളയിച്ചപ്പോൾ ചേർത്ത പഞ്ചസാരയുടെയും മധുരം ഇതിന് ധാരാളം മതിയാവും. പിന്നെ കൂടുതൽ പഞ്ചസാര ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കുകയാണ്. ആൽമണ്ട് എസൻസും ബദാം എസൻസും ചേർക്കുകയാണ്. ചൗരി പൈനാപ്പിൾ പായസം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നീളത്തിൽ വറുത്ത ബദാം ഇതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ ഉപയോഗിക്കാം. ചൗരി പൈനാപ്പിൾ പായസം തയ്യാർ. വളരെ വ്യത്യസ്തമായ വളരെ നല്ല രുചിയുള്ള ഈ പായസം ഈ ഓണത്തിനൊരു പുതുമ നിറഞ്ഞ ഒരു പായസം തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു.
പൂരാടത്തിന്റെ